സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നോക്കി നോക്കാം. ആദ്യം അതിന് 10 വരെയുള്ള വർഗ്ഗങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. അത് എളുപ്പമാണ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 അങ്ങനെ ആദ്യത്തെ 10 സ്ക്വയറുകളും ജസ്റ്റ് ഒന്ന് ബൈ ഹേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ടാണ് ഈ മെത്തേഡ് പോകുന്നത്. അപ്പം ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത് നോക്കി നോക്കാം. ഒരു കാര്യം ആദ്യം പറയാം, 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ സപ്പോസ് 100ൻ്റെ റൂട്ട് 10 അപ്പോൾ അതുപോലെ 400ൻ്റെ റൂട്ട് 20, 900ൻ്റെ റൂട്ട് 1600, അപ്പോൾ 30. അപ്പം 0 ആണ് ലാസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമ്മുടെ സ്ക്വയർ റൂട്ടിലും 0 ഉണ്ടായിരിക്കും. പിന്നെ 2 0 മസ്റ്റായിട്ടും വേണ്ടി വരും, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളായിരിക്കും സീറോസിൻ്റെ എണ്ണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 0 ആണ് ലാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വർഗ്ഗമൂലത്തിൽ 0 ഉണ്ടായിരിക്കും. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25,000 വേണ്ട, 2.5 ലക്ഷം എടുക്കാം. 2.5 ലക്ഷത്തിൽ സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിലെത്ര 4 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ടിൽ 2 സീറോസ് വേണം. അപ്പോൾ സ്ക്വയറിൽ എത്ര ഉണ്ടോ അതിൻ്റെ പകുതി പൂജ്യങ്ങളായിരിക്കും വർഗ്ഗമൂലത്തിൽ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിൽ ഉണ്ടാവുക. ഇനി 25ൻ്റെ റൂട്ട് എത്ര 500. അപ്പോൾ ഇത് ഓക്കെയാണ്. 2.5 ലക്ഷത്തിൻ്റെത് അല്ല, അതിന് പകരം 25,000 ഞാൻ ആദ്യം എഴുതി മാറ്റിയത്. 25,000 റൂട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് റൂട്ടില്ല, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 3 സീറോസാണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് സീറോസിൻ്റെ എണ്ണം എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, റൂട്ട് ഉണ്ടാവില്ല. മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ 25,000 റൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇരട്ട സംഖ്യകളായിരിക്കണം 0ൻ്റെ എണ്ണം. അപ്പോൾ 0 ലാസ്റ്റ് വരുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ മാറ്റി വയ്ക്കാൻ കഴിയുന്നതാണ് 5 ലാസ്റ്റ് വരുന്നത്. ഓക്കെ, 5 ലാസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർഗ്ഗമൂലത്തിൻ്റെ ലാസ്റ്റും 5 തന്നെ ആയിരിക്കും. ഞാനത് എക്സാമ്പിൾ വെച്ച് പറയാം. ബാക്കിയുള്ള ലാസ്റ്റ് 0 വരുന്ന കേസ് നമ്മൾ പറഞ്ഞു എന്താ ഉണ്ടാവുക എന്നുള്ളത്. 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർഗ്ഗമൂലത്തിൻ്റെ ലാസ്റ്റും 0 തന്നെ ആയിരിക്കും. ഇനി 1 ലാസ്റ്റ് വരുന്നത് ഏതിനൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 അവസാനിക്കുന്നത്, പിന്നെ 1 അവസാനിക്കുന്നത് 9ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യേൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. അത് 1 ആണെന്നുണ്ടെങ്കിൽ വർഗ്ഗമൂലത്തിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 9 ആയിരിക്കും. ഓക്കെ, ഇത് ബൈഹാർട്ട് പഠിക്കുന്നില്ല, ഇതൊന്നും ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് അപ്പോൾ ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി 4 ഏതിൻ്റെയൊക്കെ ലാസ്റ്റ് വരുന്നത്? ഇപ്പോൾ 1 കഴിഞ്ഞു അല്ലേ. 4 ലാസ്റ്റ് വരുന്നത് 2 സ്ക്വയർ 4, അതേപോലെ 8 സ്ക്വയർ 64. അപ്പോൾ 2ൻ്റെയും 8ൻ്റെയും സ്ക്വയർ അവസാനിക്കുന്നത് 4. 2ൻ്റെ സ്ക്വയർ 4 അവസാനിക്കുന്നത്, 8ൻ്റെ സ്ക്വയർ 4 അവസാനിക്കുന്നത്. ഇനി 6 അവസാനിക്കുന്ന ഏതൊക്കെ ഉണ്ട്? 6 4 ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. 6 അവസാനിക്കുന്നത് 36 ഉണ്ട്, 16 ഉണ്ട്. 6 അവസാനിക്കുന്നത് 4ൻ്റെ സ്ക്വയറും 6 അവസാനിക്കുന്നത്, 6ൻ്റെ സ്ക്വയറും 4 അവസാനിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ വർക്കാവുക എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയാം. 9 ഇനി അടുത്തത് ബാക്കിയുള്ളത് 9 അവസാനിക്കുന്നത്, 6 അവസാനം. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ 5ൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, 5 അവസാനിക്കുന്നുണ്ടെങ്കിൽ 5 തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പം 9 അവസാനിക്കുന്നത്, 3ൻ്റെ സ്ക്വയർ 9 അവസാനിക്കുന്നത്, 7ൻ്റെ സ്ക്വയർ 9 അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ 5 അവസാനിക്കുന്നത് 5ൻ്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഇല്ല എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അവസാനിക്കുന്ന സംഖ്യ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരു 4 അക്ക സംഖ്യയായിട്ടുള്ള 1849ൻ്റെ വർഗ്ഗമൂലം അറിയണമെന്ന് കരുതാം. ഓക്കെ, ആദ്യം നോക്കേണ്ടത്, ഞാൻ ഇവിടെ കുറച്ച് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏതിൻ്റെ ഇടയിലാണ് നമ്മുടെ സംഖ്യ വരുന്നത് നോക്കിയോ. അപ്പോൾ 1849. എന്താ ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത? ഇത് നമുക്ക് പെട്ടെന്ന് വർഗ്ഗമൂലം പറയാവുന്ന സംഖ്യകളാണ്. 100ൻ്റെ വർഗ്ഗമൂലം എന്താ? 10. അപ്പോൾ 2 പൂജ്യങ്ങളാണ് എല്ലാത്തിൻ്റെയും അവസാനം, അത് നോക്കിയാൽ മതി. ഇപ്പോൾ 2 പൂജ്യമാണെങ്കിൽ നമ്മുടെ വർഗ്ഗമൂലത്തിൽ 1 പൂജ്യം. ഇപ്പോൾ 4ൻ്റെ വർഗ്ഗമൂലം 2, അപ്പോൾ 20. ഇനി 900 നോക്കുകയാണെങ്കിൽ 2 പൂജ്യമല്ലേ അവിടെയും, അപ്പോൾ 1 പൂജ്യം നമ്മുടെ വർഗ്ഗമൂലത്തിൽ. 9ൻ്റെത് 3. 1600ൻ്റെ അപ്പോൾ എന്തായിരിക്കും? 16ൻ്റെത് 4, അപ്പോൾ 1600ൻ്റെത് 40. ഓക്കെ, 2500ൻ്റെത് 25ൻ്റെത് 5, അപ്പോൾ 2500ൻ്റെത് 50. 3600ൻ്റെ 36ൻ്റെ 6, 3600ൻ്റെ 60. 4900ൻ്റെ അതുപോലെ 70. 6500ൻ്റെത് 80. 8100ൻ്റെ 90. 10000 ഈ 2 പൂജ്യം മാറ്റി വയ്ക്കാം. 100ൻ്റെത് 10,
ഒരു 0 കൂട്ടാം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു പണിയില്ല. ഇപ്പോൾ നമ്മൾ ഒരു നാലക്ക സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണെന്ന് ആലോചിക്കാം. ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? 1849 വരുന്നതിൻ്റെ ഇടയിലാണ് അല്ലേ? 1600-നേക്കാൾ കൂടുതലുമാണ്, 2500-നേക്കാൾ കുറവാണ്. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഇടയിലാണ്? 1600-ൻ്റെയും 2500-ൻ്റെയും ഇടയിലാണ്. ഓക്കെ, 1600-ൻ്റെ വർഗ്ഗമൂല്യം എന്താ? അത് പെട്ടെന്ന് അറിയാലോ, 40 ആണ്. 2500-ൻ്റെയോ 50 ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണ്ട സംഖ്യ 40-ൻ്റെയും 50-ൻ്റെയും ഇടയിലാണെന്ന് കിട്ടുമല്ലോ. ഉറപ്പായിട്ടും 1849-ൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇനി നോക്കുക, ഇനി നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഡിജിറ്റാണ്, അവസാനക്കം 9 അല്ലേ? അപ്പോൾ ആ 9 വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ള സംഖ്യകൾ എത്രയൊക്കെയാണ്? 40-ൻ്റെയും 50-ൻ്റെയും ഇടയിൽ പറയുമ്പോൾ 41, 42, 43, 44, 45, 46, 47, 48, 49 എണ്ണമാണ്. അങ്ങനെ ആ ഒരു 9 എണ്ണമാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത്. അതിലേതാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അക്കം 9 അല്ലേ? അപ്പോൾ 9 വരണമെങ്കിൽ ലാസ്റ്റ് അക്കം ഏതായിരിക്കും? 9 വരണമെന്നുണ്ടെങ്കിൽ 3ഓ 7ഓ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഒന്നുകിൽ 43 അല്ലെങ്കിൽ 47. ഈ രണ്ടെണ്ണമാവുന്ന ഉറപ്പിക്കാം, കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി അതിൽ റിസ്ക് എടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, 43 സൈഡിൽ ചെയ്ത് നോക്കാം. അത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണെന്ന് ഉറപ്പിക്കാം. ഇനി അത് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 47 ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇനി ഒന്നുമല്ല, കോമൺ സെൻസ് ആയാലും മതി. നോക്കിയോ, ഈ 1849 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600-ൻ്റെ അടുത്തല്ലേ? അല്ലേ? 2500-ൻ്റെ അടുത്തല്ലല്ലോ. 1849 പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ 1600-നോട് ചേർന്ന് നിൽക്കുന്നതല്ലേ? അപ്പോൾ 47 ആവാൻ ചാൻസ് ഇല്ലല്ലോ, 43 ആവാനല്ലേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അല്ല പേടിയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗുണിച്ച് നോക്കുക, കറക്റ്റ് 1849 കിട്ടും. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, 1849-ൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കി വെക്കാം. 2304 എടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 10 എണ്ണത്തിലെ ഏതിൻ്റെ ഇടയിലാണ് 2304 എന്ന്. ഇവിടെ അത് 2304 കുറച്ചുകൂടെ ഞാൻ അതെ. അപ്പോൾ അതും അതെ, 1600-ൻ്റെയും 2500-ൻ്റെയും ഇടയ്ക്ക് തന്നെയാണ്. 1600-ൻ്റെത് അടുത്ത സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യൽ. അടുത്ത സ്റ്റെപ്പ് 1600-ൻ്റെത് 40, 2500-ൻ്റെത് 50 ഇതിൻ്റെ ഇടയിലാണെന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ 41, 42, 43, 44 അങ്ങനെ 49 വരെ പോസിബിലിറ്റീസ് ഉണ്ട്. ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക, 4 വരണം എന്നുണ്ടെങ്കിൽ ഇത് ഓർമ്മ വേണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ അയച്ചാൽ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോൾ 4 വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലാസ്റ്റ് 2 ആയിരിക്കണം, അല്ലെങ്കിൽ 8 8 64 8 ആയിരിക്കണം. അതായത് ഒന്നുകിൽ 42 ആയിരിക്കും, അല്ലെങ്കിൽ 48 ആയിരിക്കും. ഉറപ്പാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് ആലോചിച്ച് നോക്കാം. 2304 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500-ൻ്റെ അടുത്താണ് അല്ലേ? 2304 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500-ൻ്റെ അടുത്തുള്ള സംഖ്യ. അപ്പോൾ 42 ആവുമോ 48 ആവുമോ? 50-ൻ്റെ അടുത്തുള്ളത് 48 അല്ലേ? സോ 48 ആയിരിക്കും. 2304-ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കൂടെ നോക്കാം. 5041. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. 5041 ഏതിൻ്റെയൊക്കെ ഇടയിലാവുമെന്ന് ആലോചിക്കാം. നമ്മൾ പഠിച്ച ലിസ്റ്റ് കുറേ കഴിഞ്ഞാൽ ഓർമ്മ വരും. 4900 6500. അതായത് വർഗ്ഗങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റത്തെ 2 ഡിജിറ്റ് വെച്ച് ആലോചിച്ചാൽ 50 ഏതിൻ്റെയൊക്കെ പൂർണ്ണവർഗ്ഗങ്ങൾ? 100-ൻ്റെ താഴെയുള്ള 50 എന്ന് പറയുമ്പോൾ 49 64 അതിൻ്റെ ഇടയിലല്ലേ? അതായത് 4900-ൻ്റെയും 6400-ൻ്റെയും ഇടയിലാണ്. 4900-ൻ്റെ വർഗ്ഗമൂലം എന്താണെന്ന് നമുക്കറിയാം. 49-ൻ്റെ 7 ആയതുകൊണ്ട് 49-ൻ്റെ 70. 6500-ൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64-ൻ്റെ 8 ആയതുകൊണ്ട് 64-ൻ്റെ 80. 70-ൻ്റെ 80-ൻ്റെ ഇടയിലാണ്. അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1-ൽ അവസാനിക്കുന്ന സംഖ്യകൾ 1 9 ആണ് അല്ലേ? 1-ൽ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 71 ആയിരിക്കണം, അല്ലെങ്കിൽ 79 ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ 5041 ഇതിൽ ആരുടെ അടുത്താണ്? 5041 പറഞ്ഞാൽ 4900-ൻ്റെ അടുത്തല്ലേ? 6400-ൻ്റെ അവിടെ വരെ പോകുന്നുമുണ്ടല്ലോ. അപ്പോൾ 5041 ഇയാളുടെ അടുത്തായതുകൊണ്ട് വർഗ്ഗമൂലം 70-ൻ്റെ അടുത്തായിരിക്കും. അല്ല, 5041 6400-ൻ്റെ അടുത്തായിരുന്നെങ്കിൽ വർഗ്ഗമൂലം 80-ൻ്റെ അടുത്താവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം, 71 ആയിരിക്കും അല്ലേ? 70-ൻ്റെ അടുത്ത്. 79 എന്തായാലും ആവാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല, ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഗുണിച്ച് നോക്കാം. ഓക്കെ, ഒരെണ്ണം കൂടെ ചെയ്യാം. 7396. അപ്പോൾ അവിടെ ആലോചിക്കാം ഏതൊക്കെ 73 ഏതൊക്കെ പൂർണ്ണവർഗ്ഗങ്ങളുടെ ഇടയിൽ? 73 എന്ന് പറയുമ്പോൾ 64-ൻ്റെ 73, അത് 64 കഴിഞ്ഞാൽ പിന്നെ 81. 2 0 ഇട്ട് കൊടുക്കാം. അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെ ബൈക്കിട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല. ഓക്കെ, 6400-ൻ്റെ 8100-ൻ്റെ ഇടയിലാണ്. 6400-ൻ്റെ എന്താണ്? 80, 8100-ൻ്റെ 90.
80ൻ്റെയും 90ൻ്റെയും ഇടയിലാണ്. ഇനി 80ൻ്റെയും 90ൻ്റെയും ഇടയിൽ പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6. 6 വരണമെന്നുണ്ടെങ്കിൽ 4ൻ്റെ സ്ക്വയർ 16, അപ്പോൾ 4 ആവാം, അതായത് 84 ആവാം, അല്ലെങ്കിൽ 6 6 36, 86 ആവാം. ഇവിടെ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആണ്. ഗുണിച്ച് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കത്തുള്ളൂ. 6400ൻ്റെ ഇതിൻ്റെ ഏതിൻ്റെ അടുത്താന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. 6500ൻ്റെ അടുത്താണോ 8100ൻ്റെ അടുത്താണോ എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല, കാരണം ഏകദേശം നടുവിലായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, 84 × 84 ട്രൈ ചെയ്യാം, ഗുണിച്ച് നോക്കുക. കറക്റ്റായിട്ട് 7396 കിട്ടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് 7396 കിട്ടൂല. അപ്പോൾ 7396 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 84 അല്ല എന്ന് ഉറപ്പിക്കാം, 86 ആവുമെന്ന് ഷുവറാണ്. അല്ല, അത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ 86 × 86 കൂടെ ചെയ്ത് നോക്കുക. ഏതാണോ കിട്ടുന്നത് അതാണ് ശരി. ഓക്കെ, പിന്നെ ഇനി ലാസ്റ്റ് 5 വരുന്ന ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 5 വരില്ല, ലാസ്റ്റ് 25 വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, ലാസ്റ്റ് 25 വരികയാണെങ്കിൽ മാത്രമേ അത് 5ൻ്റെ സ്ക്വയർ ആവുള്ളൂ, 5 വെച്ചിട്ടുള്ള സ്ക്വയർ ആവുള്ളൂ. വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225, അങ്ങനെ 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625, 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225, 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2025, 55ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3025. അതായത് ലാസ്റ്റ് 25 വരുന്നുണ്ടെങ്കിൽ മാത്രമേ 5ൽ അവസാനിക്കുള്ളൂ. അല്ല ലാസ്റ്റ് വെറുതെ ഒരു 765, ലാസ്റ്റ് 5ലാണ്. ഓക്കെ, അപ്പോൾ 5ൽ അവസാനിക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ല. ലാസ്റ്റ് 25 ആണെങ്കിൽ മാത്രമേ 5ൽ അവസാനിക്കുള്ളൂ. ഓക്കെ, അപ്പം ലാസ്റ്റ് 5ൽ 25ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ 5നെ പറ്റിയിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ല വെറുതെ ഒരു 65, 75, 85, 15 ഒക്കെയാണ് അവസാനിക്കുന്നതിൽ ഉറപ്പായിട്ട് അവിടെ തന്നെ കൺഫേം ചെയ്യാം അത് പൂർണ്ണവർഗ്ഗം അല്ല എന്ന്. ഇപ്പം ഞാൻ റാൻഡായിട്ട് ചോദിക്കുകയാണ്, 4815 ഒരു പൂർണ്ണവർഗ്ഗം ആവുമോ? ഉറപ്പായിട്ടും പറയാം അല്ല. 5ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ് 25ൽ അവസാനിച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഒന്ന് പറയാവുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് ഈ അവസാനിക്കുന്ന സംഖ്യകൾ ഞാൻ പറഞ്ഞല്ലോ, 0, 1, 4, 6, 9, 5 ഇവർ മാത്രമേ പൂർണ്ണവർഗ്ഗങ്ങളുടെ അവസാനം വരുള്ളൂ. ഞാൻ റാൻഡായിട്ടും ചോദിക്കാം, ഒരു വലിയ സംഖ്യ 2,58,73 ഇതൊരു പൂർണ്ണവർഗ്ഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ തന്നെ പറയാം അല്ല എന്ന്. കാരണം 3ൽ അവസാനിക്കുന്ന പൂർണ്ണവർഗ്ഗങ്ങളില്ല. ഓക്കെ, ഇതുപോലെ 5ൽ അവസാനിക്കുന്ന പൂർണ്ണവർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് 35ൻ്റെ സ്ക്വയർ കാണണം, പെട്ടെന്ന് പറയാൻ കഴിയും. ലാസ്റ്റ് 25 എഴുതി കൊടുക്കാം, അത് ഷുവറാണ്. അതുപോലെ 45ൻ്റെ സ്ക്വയർ കാണാൻ പറ്റും, അതും ലാസ്റ്റ് 25 എഴുതി കൊടുക്കാം. ബാക്കിയുള്ളത് എന്ത് എഴുതണം എന്നുള്ളത് പറയാം. 55ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് ഞാൻ 25 എഴുതി കൊടുത്തു. ഇനി ഞാൻ ഒന്ന് ഇടവിട്ടിട്ട് 75ൻ്റെ സ്ക്വയർ കാണണമെന്ന് എഴുതാം, അത് ഞാൻ ലാസ്റ്റ് 25 എഴുതി കൊടുത്തു. ബാക്കി 2 നമ്പേഴ്സ് എന്താണെന്ന് അല്ലേ ഇപ്പോൾ ഡൗട്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 3 അല്ലേ, അപ്പോൾ 3 × 4 ചെയ്യാം, അതിവിടെ എഴുതി കൊടുക്കുക. 3 × 4 12, ഇവിടെ 4 അല്ലേ, അപ്പോൾ 4 × 5 ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക 20, ഇപ്പം 2025. ഇവിടെ 5 അല്ലേ, 5 തൊട്ടടുത്ത നമ്പർ 6, 3025, അപ്പോൾ 30. ഇവിടെ 7 അല്ലേ, അപ്പോൾ 7 × 8 56, 5625. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റർ ഇല്ലാതെ 95ൻ്റെ സ്ക്വയർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. പിന്നെ 0ൽ അവസാനിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അവസാനിക്കുകയാണെങ്കിൽ 2 0 അല്ലെങ്കിൽ 4 0 അല്ലെങ്കിൽ 6 0 അവസാനിക്കണം, എന്നാലേ പൂർണ്ണവർഗ്ഗം ആവുള്ളൂ.